ഹായ്, ഏവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മുടെ 2026 പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഒത്തിരി ഡൗട്ടുണ്ട്. ഏതൊക്കെ പരീക്ഷകളാണ്, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് നമുക്ക് വരാനിരിക്കുന്നത്? നമ്മുടെ തൊഴിൽ സാധ്യത എന്താണെന്നുള്ള കാര്യമായിരിക്കും. നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങണോ, പിന്നെ പഠിച്ചു തുടങ്ങിയാൽ മതിയോ, നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അത്യാവശ്യം നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളതും നമുക്ക് നല്ല സാലറി കിട്ടുന്നതുമായിട്ടുള്ള ഒരു കിടിലം പോസ്റ്റുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ RBI അസിസ്റ്റന്റും LIC അസിസ്റ്റന്റും എന്തുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റുകൾ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് RBI അസിസ്റ്റന്റിന്റെ അതുപോലെ തന്നെ LIC അസിസ്റ്റന്റിന്റെയും. അപ്പൊ RBI അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉടനെ വരും ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം തുടക്കത്തിൽ തന്നെ ആ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കാരണം കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബാങ്കിങ് മേഖലയിൽ ജോലി നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു പോസിബിലിറ്റിയാണ്, ഒരു തൊഴിൽ സാധ്യത തന്നെയാണ് ഈ രണ്ട് പോസ്റ്റുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. LICയുടെ ആയാലും RBIയുടെ ആയാലും അത്യാവശ്യം നല്ല പോസ്റ്റുകളാണ്, നല്ല സാലറി സ്കെയിൽ ചെയ്യുന്ന നല്ലൊരു ലൈഫ് സ്കെയിൽ തരുന്ന നല്ല പോസ്റ്റുകളാണ് RBI അസിസ്റ്റന്റ്, LIC അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. തുടക്കത്തിലേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഒരിക്കലും ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റിലത്തേക്കുള്ള ജോബ് നേടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി തന്നെ പഠനം സാധ്യമാവുക. കാരണം ഇപ്പൊ വരുന്ന മിക്ക നോട്ടിഫിക്കേഷനും നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്താണ്, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങളായിരിക്കും. ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ഒക്കെ ആയിരിക്കാം. മുന്നത്തെ പോലെ ഒരു ലോങ് ടേം അതിനിടയ്ക്ക് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള പഠനം എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. RBI അസിസ്റ്റന്റ് പരീക്ഷ നമ്മളൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ RBI അസിസ്റ്റന്റ് പരീക്ഷ എന്നായിരിക്കും ഉണ്ടാവുക? ഓക്കെ, അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതിന് മുന്നേ RBI അസിസ്റ്റന്റ് പരീക്ഷ വിളിച്ചത് 2023-ലാണ്. അപ്പൊ ഈ പരീക്ഷയുടെ പ്രത്യേകത, ഇതൊരു റെഗുലർ ഇന്റർവെല്ലിൽ കീപ്പ് ചെയ്ത് പോകുന്ന പരീക്ഷയൊന്നുമല്ല. റാൻഡം ആയിട്ടായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതും എന്ത് ചെയ്യുന്നത്, ഈ ഒരു പരീക്ഷ വിളിക്കും. 2019-20 ആ കാലഘട്ടത്തിൽ വിളിച്ചിട്ട് പിന്നെ 2022-ലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ആ 2022 കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് 2023-ലാണ്. അപ്പൊ 24-ലും ഇല്ല, 25-ലും ഇല്ല. അപ്പൊ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 26-ന്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ പരീക്ഷയെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിന്റ്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്നുള്ളതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ IBPSന്റെ ആയാലും SBIയുടെ ആയാലും ഇപ്പോൾ RBIയുടെ ആയാലും മിക്ക പരീക്ഷകൾ, ഇപ്പൊ വരുന്ന മിക്ക പരീക്ഷ, ഇപ്പൊ SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, മിക്ക പരീക്ഷകൾക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ബാങ്ക് എക്സാംസിന് എന്ത് ചെയ്യുക, ഒത്തിരി സമയം നമുക്ക് പഠിക്കാൻ കിട്ടത്തില്ല. നോട്ടിഫിക്കേഷൻ വന്നു, അടുത്ത മാസം ചിലപ്പോൾ അതിന്റെ പ്രിലിംസ് നടക്കും. വളരെ പെട്ടെന്ന് വളരെ സ്പീഡി ആയിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്ന രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാങ്ക് എക്സാംസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതും പരീക്ഷ നടക്കുന്നതും എല്ലാം. കാരണം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ജോലിയിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പൊ 2026 തുടക്കം നമ്മൾ നല്ലൊരു എന്താ പറയാ, ഒരു 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 വിഷനോട് കൂടെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഇനി വരാനുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിനും എന്ത് ചെയ്യണം, നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമൺ രീതിക്ക് പോവുക. കാരണം ഏകദേശമുള്ള ടോപ്പിക്സ് നമുക്ക് പഠിക്കേണ്ട, ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതിന് ഏകദേശം പഠിക്കേണ്ട ടോപ്പിക്സ് എല്ലാം സെയിം ആണ്. ഓക്കെ, 1-2 പരീക്ഷകൾക്ക് മാത്രമാണ് സിലബസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ളത് കേട്ടോ. കാരണം QAയും റീസണിങ്ങും എല്ലാ പരീക്ഷയ്ക്കും ഉണ്ട്. അപ്പൊ അതിനകത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ ചില വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ചിലതിനകത്ത് അഡീഷണൽ ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജും GAയും എന്താ പറയുക, നമ്മുടെ കമ്പ്യൂട്ടർ അവയർനെസ് ഒക്കെ വരും. പ്രിലിംസും മെയിൻസും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം കോമൺ ആണല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. 1 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സിലബസ് ഒന്നും അല്ല ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ലോങ് ടൈമിൽ തന്നെ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ RBI അസിസ്റ്റന്റ് പരീക്ഷ നമ്മൾ കണ്ടു, ലാസ്റ്റ് നടന്നത് 2023-ലാണ്. ഓക്കെ, അപ്പൊ അതിൽ എത്രത്തോളം വേക്കൻസി ഉണ്ടായിരുന്നു, എത്രത്തോളം സമയം പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി കിട്ടി എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ 2023 നടന്ന പരീക്ഷയാണ്. 450 പോസ്റ്റുകളാണ് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ ആ ഒരു ഡേറ്റ്സ് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത നോട്ടിഫിക്കേഷൻ വന്നത് സെപ്റ്റംബർ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഫസ്റ്റ് പരീക്ഷ, അതിന്റെ പ്രിലിമിനറി എക്സാം നടന്ന ഡേറ്റ് ഒന്ന് നോക്കുക, ഒക്ടോബർ. അപ്പൊ സെപ്റ്റംബർ, ഒക്ടോബർ, 1 മാസം നമുക്ക് 1 മാസം പോലും ഉണ്ടാവത്തില്ല. ആ ഒരു ഒക്ടോബർ 4 കഴിഞ്ഞ് ഒക്ടോബർ 24-ന് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് ഒക്ടോബർ 21 നവംബറോടെയാണ് എന്ത് ചെയ്തത്, ആ ഒരു പരീക്ഷ നടന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും 1 മാസം പോലും സമയം നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ, ഇതിന് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ എന്തായി, നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ വന്നിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക, വളരെ ഗ്യാപ്പ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ നോട്ടിഫിക്കേഷന് ശേഷം വരട്ടെ, വന്നിട്ട് പഠിക്കാതെ പറഞ്ഞ് നോക്കിയിരിക്കരുത്. വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ടാകും. കാരണം 2 വർഷത്തെ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അത്യാവശ്യം വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് അതിനുശേഷം പഠിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യമാണ്. ഇനി നമ്മൾ 2022 കാര്യം നടന്നു കഴിഞ്ഞാൽ, 2021, 2022 ആ സമയത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 950 പോസ്റ്റുകളാണ്, വേക്കൻസീസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ 950 വേക്കൻസീസ് ആണ് 2022 ഉണ്ടായിരുന്നത്. അവിടെയും പരീക്ഷയുടെ കാര്യം നോക്കുക. 2 മാസം ഫെബ്രുവരിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. മാർച്ചിലായപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അതിന്റെ മെയിൻസ് എക്സാമിനേഷൻ നടന്നു. അതുപോലെ മെയിലേക്ക് എന്ത് ചെയ്യുക, മാർച്ചിൽ അതിന്റെ പ്രിലിംസ് എക്സാം നടന്നു, മെയിൽ അതിന്റെ മെയിൻസ് എക്സാമിനേഷൻ നടന്നു. അപ്പൊ ടൈം ഗ്യാപ്പ് എന്തായിരിക്കും, കുറവായിരിക്കും കേട്ടോ. ഇനി 2019 അത് നമ്മൾ ഡേറ്റ് നോക്കാം. കാരണം അവിടെ നമുക്ക് പഠിക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യില്ല, ആ, സമയം ഉണ്ടായെന്ന് വെച്ചാൽ 2 മാസത്തെ ഗ്യാപ്പ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഡിസംബറിൽ ലാസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു, ഫെബ്രുവരിയിൽ പ്രിലിംസും, മാർച്ചിലായപ്പോഴത്തേക്കും മെയിൻസ് എക്സാമും നടന്നു കേട്ടോ. അപ്പോൾ 2023 കാര്യം നിങ്ങൾ നോക്കിയാൽ വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റുകളുടെ എണ്ണവും നോക്കുക. 926 പോസ്റ്റുകളാണ് 2019 വിളിച്ചത്. പിന്നെ 2021, 2022 നടന്ന പരീക്ഷയിൽ എത്രയായിരുന്നു നമ്മുടെ 20 ഇല്ല, 21 ഇല്ല, 22 നടന്നാലും 950 പോസ്റ്റുകളോളം അവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നടന്ന പരീക്ഷയ്ക്ക് 450 പോസ്റ്റാണ്. അപ്പോൾ 2023 കഴിഞ്ഞിട്ട് 24, 25 അല്ലെ 26 എത്തുകയില്ല. 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു തുടങ്ങുക. ഓക്കെ. അപ്പൊ ഈ RBI അസിസ്റ്റന്റ് പരീക്ഷ ആർക്കൊക്കെ എഴുതാൻ പറ്റും, അതിന്റെ ഏജ് ലിമിറ്റ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പൊ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 20 മുതൽ 28 വയസ്സ് വരെ എന്താ പറയുക, ഏജ് ലിമിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിസർവേഷൻ ഉള്ള കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. നോർമലി 20 to 28 ഏജസ് ഉള്ള ആൾക്കാർക്കാണ് ഇതിനകത്ത് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഡിഗ്രി ഹോൾഡറിന് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് RBI അസിസ്റ്റന്റ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു എക്സാം പാറ്റേണിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ പല ഇതിലും കണ്ടതാണ്, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പ്രിലിംസ് ഉണ്ടായിരിക്കും, മെയിൻസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പൊ പ്രിലിംസിലായാലും നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ്, QA ടോപ്പിക്സ് ഉണ്ടാവും, ടോപ്പിക്സ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ റീസണിങ് ടോപ്പിക്സ് ഉണ്ടാവും. പിന്നെ ഉള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ആണുള്ളത് കേട്ടോ. ഈ മൂന്നുമാണ് പ്രിലിംസിന് വേണ്ടിയുള്ളത്. മെയിൻസിന് വരുമ്പോൾ ഇത് മൂന്നും കൂടാതെ QA ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ GKയും ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടറും നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ അവയർനെസ്സും അതിനകത്ത് ഉണ്ടാവും. ലാംഗ്വേജ് പ്രൊഫഷൻ ടെസ്റ്റ് ഏത് റീജിയനിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ടെസ്റ്റിന് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ പ്രിലിംസും മെയിൻസും ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ QAയും റീസണിങ്ങും ഒക്കെ ഒട്ടുമിക്ക പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതൊരു കോമൺ ഇതായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ RBI അസിസ്റ്റന്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠനം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണം. കാരണം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ടൈം കിട്ടത്തില്ല. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. നമുക്ക് അതിന് വേണ്ടി, നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ എന്ത് ചെയ്യുക, അതിൽ പഠിച്ചു തുടങ്ങും. ഓക്കെ. നമ്മുടെ അടുത്ത പരീക്ഷയാണ് LIC അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 പരീക്ഷയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത്. കാരണം ലാസ്റ്റ് LIC അസിസ്റ്റന്റ് പരീക്ഷ നടന്നത് എന്നായിരുന്നു, 2019 നടന്നത്. 2019 കാലഘട്ടത്തിലാണ് LIC അസിസ്റ്റന്റ് പരീക്ഷ ലാസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. ഏകദേശം 3000ഓളം വേക്കൻസീസ് എന്ത് ചെയ്യാണ്, 3000 മുകളിൽ വേക്കൻസീസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ 2019 കഴിഞ്ഞ് 20, 21, 22, 23, 24, 25 ഏകദേശം 5 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ട് അല്ലെ. 2019, 26 സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. അപ്പൊ 25 ഒരു ഏകദേശം 5 വർഷത്തോളം ഗ്യാപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 5 വർഷത്തോളം എന്ത് ചെയ്യാണ്, ഈ LIC അസിസ്റ്റന്റ് പരീക്ഷയിൽ നമുക്ക് ഒത്തിരി വേക്കൻസീസ് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. കാരണം റെയിൽവേയുടെ പരീക്ഷ നടന്ന 2024 വന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 2019 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞതിന്, ഒരു 4-5 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് 24, 25 കാലഘട്ടത്തിൽ ആ പരീക്ഷ നടന്നിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസീസ് ആണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെയിൽവേ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിച്ച് നോക്കുക. അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉണ്ടാവും. അപ്പൊ അവിടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പരീക്ഷ തന്നെയാണ് LIC അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. LIC അസിസ്റ്റന്റിന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് വരുന്നത് തന്നെയാണ് AAO എന്ന് പറഞ്ഞ ആ പോസ്റ്റിലേക്കും വരുന്നത്. അതായത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഇത് നമുക്കിനി 2027 പ്രതീക്ഷിച്ചാൽ മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ 2025 ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ നടന്ന 2023 അപ്പൊ ആ ഒരു ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ ഗ്യാപ്പ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ 2023, 2025 അടുത്ത് വരുന്നത് 2027, അതായത് 2026 ലാസ്റ്റോട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ അടുത്ത് നമുക്ക് LICയുടെ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ ഒരു പോസ്റ്റാണ് ADO എന്ന് പറയുന്ന അപ്രന്റീസ് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് ആണ്. കാരണം ഇതിന് നമുക്ക് വേക്കൻസീസിന്റെ എണ്ണം എന്തായിരിക്കും, കൂടുതലായിരിക്കും വരുന്നത്. ഇനി വരുന്ന പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ വേക്കൻസീസിന്റെ എണ്ണം കൂടുതൽ. അപ്പോൾ LIC അസിസ്റ്റന്റും ADO ഒക്കെ ചേർത്ത് നല്ലൊരു വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രതീക്ഷിക്കാം. ഇത് രണ്ടും
LIC അസിസ്റ്റന്റിലെ ആയാലും AD ആയാലും നമ്മൾ 2026 പ്രതീക്ഷിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രതീക്ഷിക്കുന്ന എന്താ പറയുക നോട്ടിഫിക്കേഷൻസ് ആണ്. ഇത് വീണ്ടും എടുത്തു പറയുന്നത് RBI അസിസ്റ്റന്റും LIC അസിസ്റ്റന്റും കമ്പയർ ചെയ്യാൻ കാരണം ഇതിന് പഠിക്കേണ്ട സിലബസ്, രണ്ടിനും പഠിക്കേണ്ട സിലബസ് ഏകദേശം സെയിം ആണ്. നമ്മുടെ LIC അസിസ്റ്റന്റ് മെയിൻസിന് വരുമ്പോൾ അതിനകത്തൊരു ഹിന്ദി ലാംഗ്വേജും കൂടെ അഡീഷണൽ ആയിട്ട് കയറുന്നതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഒരു മെഡിക്കലും കൂടെ ഉണ്ട്. ഒരു മെഡിക്കൽ എക്സാമിനേഷനും കൂടെയാണ് അതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ബാക്കി പഠിക്കേണ്ട പ്രിലിംസ് നമ്മൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. QAയും റീസണിങ് ഇംഗ്ലീഷും അതുപോലെ മെയിൻസിൽ പഠിക്കേണ്ട ബാക്കി 4 ടോപ്പിക്കും 5 ടോപ്പിക്കും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് തയ്യാറെടുക്കാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അത് വെയിറ്റ് ചെയ്തിരിക്കരുത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് പഠിച്ചു തീർക്കാനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്ത് വ്യക്തമായിട്ടും നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. QA മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസണിങ് എന്ന് പറയുന്നത് അല്ലെ. ഇതിന് അത്യാവശ്യം വരുന്ന ടോപ്പിക്സ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ആ ടോപ്പിക്സ് എല്ലാം നമ്മൾ എല്ലാ ബാങ്ക് എക്സാമിൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം, അത് പഠിച്ചു വെക്കുന്ന കാര്യം തന്നെ കേട്ടോ. അപ്പൊ ഇനിയുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക, നമ്മുടെ RBIയുടെ നമ്മുടെ ബാങ്ക് എക്സാംസിന്റെ ആ ഒരു റൂളൊക്കെ മാറ്റിയിട്ടുണ്ട്. കലണ്ടറൊക്കെ വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. കാരണം ആ ഒരു ഓർഡർ മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യം നടക്കുന്നത് SBIയുടെയും അതുപോലെ നമ്മുടെ IBPSന്റെയും ഒക്കെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം RRBCയിലോട്ടുള്ള പരീക്ഷകൾ വരത്തുള്ളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRBയുടെ ഒക്കെ ആദ്യം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ SBIയുടെ ഒക്കെ പരീക്ഷ നടക്കുമ്പോഴത്തേക്ക് SBIയുടെ കിട്ടുമ്പോൾ RRBയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അതിൽ വിട്ടിട്ട് പോകും. അപ്പോഴത്തേന് ഒത്തിരി വേക്കൻസീസ് അവിടെ എന്ത് ചെയ്യുക, അതുപോലെ ഇതായിട്ട് കിടക്കുന്നുണ്ട്. അത് വേക്കൻസി സമയത്ത് ഫില്ല് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു രീതിക്കായിരിക്കും ഈ വർഷം തൊട്ട് പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല അവസരങ്ങൾ നമുക്ക് കൊണ്ടുതരുന്ന ഒരു ഇയർ തന്നെയായിരിക്കും 2026 എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എന്താ പറയാ RBI അസിസ്റ്റന്റും അതുപോലെ LIC അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് നന്നായിട്ട് തയ്യാറെടുക്കുക, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്യുക, എത്ര ഷോർട്ട് വെയിൽ നമുക്ക് അതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുള്ള കാര്യം നോക്കുക. അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഇതൊരു പ്രസ്റ്റീജിയസ് പോസ്റ്റ് തന്നെയാണ്. RBIയിലാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന RBI അസിസ്റ്റന്റ് അതുപോലെ LIC അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം സാലറി സ്കെയിലും അലവൻസസും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇത് എന്ത് ചെയ്യരുത്, ഇതായിട്ട് ഒഴിവാക്കി കളയരുത്. ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എൻട്രിയില് RBI അസിസ്റ്റന്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഈസി ആയിട്ട് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്യാനും അതുപോലെ ഈ കോഴ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 7736122215 എന്നുള്ള നമ്പറിലേക്കാണ്. വാട്സാപ്പ് ആയാലും ഡയറക്റ്റ് കോൾ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാൻ പറ്റും. ഇനി കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴിയും നിങ്ങളുടെ ക്വറീസ് ഞങ്ങളിലേക്ക് എത്തിക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്ക് എക്സാമിന് തുടക്കക്കാർക്കായാലും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. കാരണം ഒരു ഡിഗ്രി ഹോൾഡറിന് 20 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഏജ് ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡിഗ്രി ഹോൾഡറിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകളാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഈ 2026 ഈ ഒരു ജോലി അത് ഉറപ്പിക്കുക എന്നുള്ള രീതിക്ക് തന്നെ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.